ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് സൺഡേ നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ. ഇന്ന് രാവിലെ തൊട്ട്, അതായത് ഒരു 10:30-11 മണി തൊട്ട് എനിക്കുള്ള മെസ്സേജുകളായിരുന്നു. ഗ്രൂപ്പിലത്തെ വിശേഷങ്ങൾ കണ്ടു, കേട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ ഫ്രണ്ട്സ് കണ്ടിട്ടും എല്ലാവരുടെയും വക എന്താ പറയുക, ഭയങ്കര നല്ല അഭിപ്രായമായിരുന്നു കേട്ടോ. ഇന്നത്തെ വീഡിയോന് എനിക്ക് നല്ല കമൻസും കാര്യങ്ങളും, കമൻസിനേക്കാൾ കൂടുതൽ കുറേ പേര് വിളിച്ചിട്ട് പറഞ്ഞു. അപ്പോൾ എനിക്കത് ഭയങ്കര സന്തോഷമായി കേട്ടോ. എല്ലാ കുട്ടികൾക്കും ഭയങ്കര സന്തോഷമായി. അപ്പോൾ അങ്ങനെ ഞാൻ നോക്കുമ്പോൾ ഇവിടെ പിള്ളേർസ് കളി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ തോമൂന് എങ്ങനെയാണെന്ന് വെച്ചാൽ അറിയാമല്ലോ, വണ്ടി കൊണ്ടുള്ള ക്രേസാണ്. അപ്പോൾ അവൻ നിന്നിട്ട് ജീപ്പ് ഓടിക്കുകയാണ്. അപ്പോൾ പാച്ചു ഇങ്ങനെ പേടിച്ചിട്ട് ഓടുകയാണ്. അവനത് ചേട്ടൻ കാണിക്കണ കാണുമ്പോൾ ഒരു കൗതുകമാണ് കേട്ടോ. അപ്പോൾ തോമൂന് പല അഭ്യാസങ്ങളാണ്, ജീപ്പിൻ്റെ മുകളിൽ നിന്നിട്ട് താഴ്ത്ത് നിന്നിട്ട്. അപ്പോൾ ചാക്കോച്ചിന് ഇപ്പോൾ അവിടേക്ക് എത്തണം. അപ്പോൾ 3 കൂടിയുള്ള അംഗമാണ് കേട്ടോ എല്ലാ ദിവസവും കുറേ നേരം. പ്രത്യേകിച്ച് ഇന്ന് സൺഡേ ആണല്ലോ. അപ്പോൾ എല്ലാവരും ഒഴിവായിട്ട് കുട്ടികളുടെ കളി കാണാനായിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ബാറ്ററി തന്നെ ലോ ആയപ്പോൾ വണ്ടിയൊക്കെ അവിടെ വെച്ച് മടങ്ങി വരേണ്ടി വന്നു കേട്ടോ. അങ്ങനെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഡിമ്പിളുടെ വകയായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ എന്താണെന്ന് അറിഞ്ഞൂടാ. ഇന്നലത്തെ അരിപ്പൊടി ഭയങ്കര, ഇപ്രാവശ്യം വാങ്ങിയ അരിപ്പൊടി എവിടെ നിന്ന് വാങ്ങിച്ചതാണെന്ന് എൻ്റെ ഓർമ്മയിലില്ല. ഇത്തിരി പശ കൂടിയതാണെന്ന് തോന്നുന്നുണ്ട്. ആദ്യം ഡിവൈൻ വെള്ളയപ്പം ചുട്ടപ്പോൾ അത് പശയായി. പിന്നെ മിനിയാന്ന് അട ഉണ്ടാക്കിയപ്പോൾ പോയി. ഇന്നലെ ഇപ്പോൾ നൂലപ്പത്തിനും പ്രശ്നമായി. അപ്പോൾ ഇന്നത്തെ ഡിമ്പിളുടെ വക ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നിങ്ങൾ കണ്ടത് ഡോണിന് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിലും ദിവസത്തിന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതായിരുന്നു ഇന്ന് രാവിലെയാണത്. രാവിലെ എന്ന് പറഞ്ഞാൽ 10:30 ആയിപ്പോട്ടെ വന്നത്. അപ്പോൾ അതാണ് സംഭവം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. ഒരു വെറൈറ്റി ആയിപ്പോൾ ഭയങ്കര ഇഷ്ടമായി, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി കേട്ടോ. പാൻ കേക്ക് ആയാലും ഫ്രഞ്ച് ഫ്രൈസ് എല്ലാതും ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ. അത് അത്രയും എനിക്ക് പറയാനുള്ളൂ. ഒരു വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ എനിക്ക് ഓർമ്മ വന്നത്, മുമ്പ് നമ്മൾ പുറത്തേക്കൊക്കെ പോകുമ്പോൾ നമ്മൾ ബുഫേ ഉണ്ടാവും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ അതിനിങ്ങനെയാണ് കിട്ടുക. അപ്പോൾ അതൊക്കെ ശരിക്കും ഓർമ്മ വന്നു. അപ്പോൾ ഞാനും പറഞ്ഞു, എനിക്ക് എപ്പോഴും ഈ വെറൈറ്റി ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് വെച്ച ഫുഡ് തന്നെ വെക്കേണ്ടത് എനിക്ക് വലിയ ഇഷ്ടമില്ല. എനിക്കെന്നല്ല, ഇവിടെ ആർക്കും അങ്ങനെ ഇഷ്ടമില്ല. പക്ഷേ നിവൃത്തികേടുകൊണ്ട് നമ്മൾ വീണ്ടും വീണ്ടും അത് തന്നെ വെക്കേണ്ട ഒരു അവസ്ഥ വരികയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അപ്പോൾ ഞാൻ പറഞ്ഞു, ഇനി നിങ്ങൾ ഇതൊക്കെ ഒന്ന് മാറ്റിയൊന്ന് വേറെയിൽ പിടിക്കും, മതിയായി തുടങ്ങിയെന്ന് പറഞ്ഞു ഞാൻ. അപ്പോൾ ഞാനാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ പരീക്ഷിക്കും കേട്ടോ. ഇവർക്ക് കുട്ടികളെ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് അങ്ങോട്ട് അവസാനിപ്പിക്കണ കാരണമാണ്. പക്ഷെ ചെയ്യണതൊക്കെ ഭയങ്കര ടേസ്റ്റിലാണ്. എന്നാലും നമ്മൾ എന്താ പറയുക, വെറൈറ്റി കഴിച്ച് എപ്പോഴും ഇഡ്ഡലിയും ദോശയും അങ്ങനെയൊക്കെ ആകുമ്പോൾ അതിൻ്റെ ഒരു മടുപ്പ് അത്രയേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ രാവിലത്തെ പണികളൊക്കെ കഴിഞ്ഞ് ഫുൾ പാത്രങ്ങളാണ്. അപ്പോൾ ഡിവൈനും ഡോണും കുട്ടികൾ തോമും കൂടിയിട്ട് മാർക്കറ്റിൽ പോയേക്കാം കേട്ടോ. അപ്പോൾ ഞാൻ തുടങ്ങി വെച്ചെങ്കിലും, പാത്രങ്ങൾ കഴുകാൻ തുടങ്ങി വെച്ചെങ്കിലും അവസാനിപ്പിച്ചത് ഡിമ്പിൾ തന്നെയാണ് കേട്ടോ. വന്നിട്ട് അപ്പോൾ ചാക്കോച്ചൻ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവനിന്ന് എങ്ങൂല്ല കൊണ്ടുപോകാൻ നിന്നതാണ്. അപ്പോൾ അവന് ഉറക്കം വരണ കാരണം ഞാൻ പറഞ്ഞു, എന്നാൽ പിന്നെ ഇവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞു. അവൻ ഉറങ്ങിയില്ല, കിടന്ന് ബഹളമായിരുന്നു കേട്ടോ. അവനെങ്ങനെയാണെന്ന് വെച്ചാൽ ഓടി 4 കാലം ഓടണ പരുവല്ലേ. അപ്പോൾ അവൻ കിടന്ന് കളിക്കുന്നു. അവന് ഉറക്കം വലിയ ഇഷ്ടമില്ലാത്ത കാര്യമാണ്. അപ്പോൾ അങ്ങനെ പാച്ചു ഇവിടെ മറ്റേ ഹൈ ചെയർമി ഇരിക്കുക. അപ്പോൾ അവന് ഇന്ന് വേഫർ കൊടുത്തപ്പോൾ ഇന്ന് രാവിലെ തൊട്ടൊന്നും കാര്യമായിട്ട് കഴിച്ചിട്ടില്ല. ഇപ്പം പണ്ടത്തെ ചങ്കരൻ തെങ്ങുമ്പോൾ തന്നെയെന്ന് പറയില്ലേ, മുമ്പൊന്ന് കഴിച്ചു തുടങ്ങിയതായിരുന്നു. അപ്പോൾ വീണ്ടും അവൻ തുടങ്ങിയിട്ട് അവൻ്റെ മടി. ആ 2 ദിവസം വയ്യാണ്ടായാലും വീണ്ടും അവൻ കഴിക്കാണ്ടായി തുടങ്ങി. അപ്പോൾ ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ വേഫർ കൊടുത്തപ്പോൾ തന്നെ ഇരുന്നിട്ടുണ്ട്. എന്ന് അതിങ്ങനെ വെച്ചിട്ട് എന്ന് പറയുന്നു. അപ്പം ഞാൻ വെറുതെ ABCD എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ ഒപ്പം എന്തൊക്കെയോ പറയുന്നുണ്ട്, സെഡ് വരെ എന്തൊക്കെയോ പറഞ്ഞു. അപ്പം നമുക്കതൊക്കെ കേൾക്കുമ്പോൾ ഒരു സന്തോഷം കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മളുടെ പാത്രങ്ങൾ കാലിയായതാണ് ഫ്രിഡ്ജിൽ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നിങ്ങനെ വിട്ടാൽ പറ്റില്ല, ഫ്രിഡ്ജൊന്നും ഒതുക്കാം. എനിക്ക് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ആഴ്ച ഭയങ്കര തിരക്കായിരുന്നു. ഒന്ന് കഴിഞ്ഞ് ഒന്നായിരുന്നു. അപ്പോൾ ഞാൻ ഇന്നത്തെ ദിവസം ഞാൻ ഫോൺ അങ്ങോട്ട് മാറ്റി വെച്ചു. കാരണം ഓർഡർ വരുമ്പോൾ നമ്മളത് അതിൻ്റെ പിന്നാലെ ഇരിക്കുമ്പോൾ നമുക്ക് നേരം പോകണമെന്നറിയില്ല, വേറെ പണികൾ നടക്കില്ല. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു ഡിമ്പിൾ കിച്ചണിലത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോഴേക്കും ഒരു മാർക്കറ്റിൽ നിന്ന് വരണേക്കാളും മുമ്പ് ഫ്രിഡ്ജൊന്നും ഒതുക്കാമെന്ന് വിചാരിച്ചു. കാരണം കുട്ടികളിങ്ങനെ എടുത്തിട്ട് ഓരോന്ന് അങ്ങോട്ടും വെക്കും. അപ്പോൾ ഞാൻ തന്നെ അത് ഒതുക്കിയാലേ ഒരു തൃപ്തിയാവുള്ളൂ. അപ്പോൾ ഇതൊക്കെ കണ്ടു, എല്ലാ ദിവസത്തെയും കറികളും ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ബാക്കിയുള്ളതൊക്കെ ഇങ്ങനെ കുമിഞ്ഞുകൂടിയിരിക്കുക. അപ്പോൾ ഞാൻ സാധാരണ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ലെഫ്റ്റ് ഓവർ ഫുഡ് എന്ന് പറഞ്ഞിട്ട് കംപ്ലീറ്റ് എടുത്ത് അവസാനിപ്പിക്കാറ് പതിവ്. അപ്പോൾ ഈ ആഴ്ച എൻ്റെ ശ്രദ്ധ പോയില്ല, കംപ്ലീറ്റ് ഫ്രിഡ്ജിലിരിക്കുക. അപ്പോൾ ഞാനതൊക്കെ എടുത്ത് പുട്ട് 2 ദിവസത്തെ ഉണ്ടായിരുന്നു, പൂരി ഉണ്ടായിരുന്നു, പിന്നെ പൂരിയല്ല
ചപ്പാത്തി ഉണ്ടായിരുന്നു, പൊറോട്ട ഉണ്ടായിരുന്നു, പിന്നെ പാച്ചോറുണ്ടായിരുന്നു. അന്നത്തെ നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, കുറേ ദിവസം മുമ്പത്തെ ഒക്കെ ഫ്രിഡ്ജിൽ ഇരിപ്പായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് കാണിച്ചെന്ന് വെച്ചാൽ കംപ്ലീറ്റ് ഒരു പാത്രത്തിലേക്ക് ഇട്ടു. അപ്പോൾ പുട്ടൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്ക് അടിച്ചിട്ട് അവർക്ക് അതിൽ എന്തെങ്കിലും കറിയൊക്കെ ഒഴിച്ച് കൊടുത്താൽ വാരി കൊടുക്കണം കേട്ടോ, അത് കൊടുക്കാമല്ലോ. അപ്പോൾ അതേ അങ്ങനെ ഞാൻ അങ്ങോട്ട് ഒതുക്കി. അപ്പോൾ അതാ ഫ്രിഡ്ജ് ഒതുങ്ങി. അപ്പോൾ ഈ ഭാഗം അതായത് കംപ്ലീറ്റ് എടുത്ത സാധനങ്ങളൊക്കെ എടുത്തു കൊടുത്ത് വെക്കാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി വെച്ചേക്കായിരുന്നു. അപ്പോൾ അതൊക്കെ ഒതുക്കിയപ്പോൾ എനിക്ക് സമാധാനമായി. കാരണം അത് ഒതുക്കിയില്ലെങ്കിൽ ഇന്ന് കൊണ്ടുവന്ന സാധനങ്ങൾ വെക്കാൻ സ്ഥലം ഉണ്ടാവില്ല, അതാണ് മെയിനായിട്ട്. അപ്പോൾ അതേ അപ്പോഴേക്കും ഡിവൈനും ഡോണും തോമും കൂടിയിട്ട് മാർക്കറ്റിൽ നിന്ന് വന്നു. ഇനി ഈ സാധനങ്ങൾ ഒതുക്കലാണ്. അപ്പോൾ അത് ഒതുക്കണതിന് മുമ്പായിട്ട് ഞാൻ പാലും കാര്യങ്ങളൊക്കെ ഒതുക്കി വെച്ചു. അപ്പോൾ ഒരുവിധം എൻ്റെ റാക്കുകൾ അങ്ങോട്ട് ഒതുങ്ങി കേട്ടോ. അപ്പോൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ 3-4 പാക്കറ്റ് ഉണ്ടായിരുന്നു. അപ്പം എളുപ്പത്തിന് എങ്ങനെയാണെന്ന് വെച്ചാൽ മുന്നിൽ കണ്ടതെടുത്ത് അതിൽ നിന്ന് കുറച്ചെടുക്കും. അങ്ങനെ എടുത്തെടുത്തെടുത്ത് 4ലും കുറേശ്ശെയായി ബാക്കി. അപ്പോൾ ഞാൻ അവരെ വഴക്ക് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഒരെണ്ണം കഴിഞ്ഞിട്ട് അടുത്തത് എടുക്കുക. അപ്പോൾ ഈ കൂടുതലാകുമ്പോഴുള്ള വിഷമമാണെന്നുണ്ട് ഞാൻ അവരോട് പറയായിരുന്നു. അപ്പോൾ അങ്ങനെ അതെ ഫ്രിഡ്ജ് ഒരുവിധം അങ്ങോട്ട് ഒതുക്കി അങ്ങോട്ട് പെട്ടെന്ന് ഒതുങ്ങും സംഭവം. എന്താ പറയുക, വേസ്റ്റും സാധനങ്ങളും ആവശ്യമില്ലാത്തൊക്കെ എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ ഫ്രിഡ്ജ് പെട്ടെന്ന് ഒതുക്കും. പക്ഷേ കളയാനും വിഷമം, കാരണം ഒക്കെ നല്ല നല്ല കറികളാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, ഇറച്ചിയായാലും മീനായാലും ഫ്രൈ ആയാലും ഒക്കെ അങ്ങനെ ഇരിക്കണമ്പോൾ നമ്മളതൊക്കെ എടുത്ത് കളയാമെന്ന് പറഞ്ഞാൽ ശരിയല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചു. ഞാൻ വിചാരിച്ചു നാളെ തൊട്ട് ഞാൻ ഓരോ വിഭവങ്ങൾ പുറത്തെടുത്ത് ഒന്ന് ചൂടാക്കി അതങ്ങോട്ട് അവസാനം. കാരണം ഓരോരുത്തർക്ക് കഴിക്കാനുള്ളതുള്ളൂ. അപ്പോൾ പക്ഷേ ശ്രദ്ധയിൽ പോണില്ല. അവർ കുട്ടികളുടെ തിരക്കിൽ എടുക്കുക, അടുത്തത് വയ്ക്കുക, മറ്റേത് ഫ്രിഡ്ജിലേക്ക് വയ്ക്കുക, അങ്ങനെയാണ്. അപ്പം ഞാൻ ഈ ഫ്രഞ്ച് ഫ്രൈസിൻ്റെ കള്ളികൾ മൊത്തം ഒന്ന് ഒതുക്കി. കാരണം അവിടെ എന്താ ഉള്ളത് ഏതുള്ളതെന്നൊന്നും അവർക്കും നിശ്ചയമില്ല, എനിക്കും നിശ്ചയമില്ല. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ഒതുക്കി നോക്കിയപ്പോൾ ഫ്രഞ്ച് ഫ്രൈസ് കുറച്ചിട്ട് ഒരു വലിയ പാക്കറ്റ് പൊട്ടിക്കാണ്ട് മുകളിൽ ഫ്രിഡ്ജിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് കഴിഞ്ഞിട്ട് അത് പൊട്ടിച്ചിടാം. കാരണം 2 ഫ്രിഡ്ജ് വർക്ക് ചെയ്തിട്ടുള്ള അതിൻ്റെ ഒരു ഇത് വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഒരെണ്ണത്തിൽ ഇതാ ചീസാണ് പൊട്ടിച്ചിട്ടേക്കണത് കേട്ടോ. പിന്നെ ഫ്രഞ്ച് ഫ്രൈസ്, സ്മൈലി, പിന്നെ മറ്റേ ബോൾസ്, ചിക്കൻ റോൾ, അങ്ങനെയുള്ള കണ്ടമാന സാധനങ്ങൾ. അതായത് അന്ന് നമ്മുടെ പാച്ചുവിൻ്റെ ബർത്ത്ഡേക്ക് കൊണ്ടുപോയില്ലേ സാധനങ്ങൾ, അതിലെല്ലാത്തിൻ്റെയും ബാക്കി ഉണ്ടായിരുന്നു. പിന്നെ ഈ ആഴ്ച അങ്ങനെ ഒന്നും എടുക്കേണ്ടി വന്നിട്ടില്ല. കുട്ടികൾക്കൊക്കെ പാൻ കേക്കും അതും ഇതൊക്കെ ഹോം മെയ്ഡ് ഫുഡുകളാണ് കുട്ടികൾക്ക് സ്കൂളിലേക്ക് സ്നാക്സൊക്കെ കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് അന്ന് പൊട്ടിക്കാണ്ട് വെച്ചിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. പുതിയത് വാങ്ങിയതാണ് ഫിഷിൻ്റെ പോപ്കോൺ. അപ്പോൾ നല്ല ഫിഷിൻ്റെ പോപ്കോൺ എന്നല്ല, അതിൻ്റെ പേര് വേറെ എന്തോ ആണ് കേട്ടോ. ഫിഷിൻ്റെയാണ് സംഭവം, 1 കിലോൻ്റെയാണ്. അത് നല്ലോണം ഉണ്ട് കേട്ടോ, നിറച്ചുണ്ട്. പോപ്കോൺ തന്നെയാണ് കേട്ടോ, ഫിഷ് പോപ്കോൺ തന്നെയാണ്. എനിക്ക് തെറ്റിയാവോ എന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഞാനത് വറുത്തിട്ടില്ല, ഞാനത് ബോക്സിലാക്കി വെച്ചു. കാരണം ബോക്സിലാക്കിയാൽ കുട്ടികൾക്ക് അത് എടുത്ത് വറുക്കാനായിട്ട് എളുപ്പമുണ്ട്. അപ്പോൾ 1 കിലോന് 550 രൂപയാണ്. പക്ഷേ നിറച്ചുണ്ട് കേട്ടോ, നിങ്ങൾക്ക് ആ ബോക്സ് കണ്ടാൽ അറിയാം. അപ്പോൾ ഇവർക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു 3 എണ്ണമൊക്കെ മതി ഒരു സെക്ഷൻ, ഒരു 3-4 ടൈപ്പ് സ്നാക്സ് ആയിട്ടാണ് കൊടുത്തയക്കുക. അപ്പോൾ എല്ലാ ദിവസവും മാക്സിമം ഡിംപിൾ ഉണ്ടാക്കാൻ നോക്കും. എങ്കിലും ഞാനിങ്ങനെ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഇടയ്ക്കൊന്ന് കഴിക്കാൻ കൊടുക്കാനോ ഒക്കെ നല്ലതല്ലേ. നമ്മൾ വറുക്കുന്ന സാധനമല്ലേ. സംഭവം ഹെൽത്തി അല്ല എങ്കിൽ പോലും എന്താ പറയുക, ഒരു തടക്കി നമ്മളിതൊക്കെയാണ് കൊടുക്കുക. അല്ലാണ്ട് ഇപ്പോൾ എല്ലാതും നിന്നുണ്ടാക്കാനായിട്ട് പറ്റുകാരെ ഡിവൈന് 2 പേരാണ്. ഡിംപിളിൻ്റെ ബാക്കി കാര്യങ്ങളും ഇതൊക്കെയുണ്ട്. അപ്പോൾ എല്ലാവർക്കും എപ്പോഴും ഓരോ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റില്ല. മാക്സിമം മറ്റേ ഹോം മെയ്ഡ് സ്നാക്സാണ് കൊടുക്കുക. എന്നാലും ഇതും ഒരു തടയ്ക്ക് വേണ്ടി വെക്കും കേട്ടോ. അതുപോലെ സോസേജ് കഴിഞ്ഞു. അപ്പോൾ സോസേജ് വാങ്ങിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ മീൻ്റെയും ചിക്കൻ്റെയും കള്ളി ഇതേ ഒഴിഞ്ഞിരിക്കുക. അപ്പോൾ ഇനി അതൊക്കെ പാക്ക് ചെയ്ത് വെക്കണം. അപ്പോൾ അതൊക്കെ ഡിവൈൻ അവിടെ നിന്ന് കഴുകി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവർ കഴുകി മാറ്റി വയ്ക്കുന്ന സാധനങ്ങൾ ബോക്സുകളിലാക്കൽ എൻ്റെ പണിയാണ് കേട്ടോ. പീസുകളാക്കി 2 ദിവസത്തേക്ക് 3 ദിവസത്തേക്കുള്ളത് പാക്ക് ചെയ്ത് വെക്കുന്നതാണ് എൻ്റെ പണി. അപ്പോൾ ഈ പ്രാവശ്യം എനിക്ക് തോന്നുന്നു ഇത് മറ്റേ മാലാനോ ഇങ്ങനെ എന്താ പറയുക, പാമ്പ് പോലത്തെ ഒരു മീനുകളുടെ പേരൊന്നും അറിയില്ല കേട്ടോ, അതായിരുന്നു. അപ്പോൾ ഞാൻ ഒരു പാത്രം വയ്ക്കാനും ഒരു പാത്രം വറുക്കാനും വെച്ചു. ഇത് നല്ല കൊഴുവ നന്നാക്കി കൊണ്ടുവന്നു. അപ്പോൾ അതൊക്കെ കഴുകി പുരട്ടി വെച്ചപ്പോൾ അതാക്കി വെച്ചു. ഇത് ചെമ്മീൻ. അപ്പോൾ ചെമ്മീൻ ഇപ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇപ്രാവശ്യം ചെമ്മീൻ വട ഉണ്ടാക്കണം. ഒരു പാത്രം ഞാൻ ചെമ്മീൻ റോസ്റ്റ് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തലയാണിത്. അപ്പോൾ അവർ തന്നെ ഇത് നന്നാക്കി തരും കേട്ടോ, നമുക്ക് നന്നാക്കേണ്ട ആവശ്യമില്ല. തല മാത്രം ഒന്ന് ക്ലീൻ ചെയ്ത് ഇതുപോലെ പുരട്ടി വെക്കണം. അപ്പോൾ ചിക്കൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഭയങ്കര കൊച്ചു പീസായിട്ട് ഇപ്രാവശ്യം ചിക്കൻ കൊണ്ടുവന്നത് എനിക്കെന്തോ തൃപ്തിയായില്ല. വെട്ടിയത് തന്നും പിന്നെ വെട്ടിയേക്കണ പോലെ എനിക്ക് തോന്നിയത്. അപ്പം ഞാൻ 2 പീസ് 2 എണ്ണം അങ്ങനെ വെച്ചു. ഒരെണ്ണം ലിവറും അതും ഇതൊക്കെ ആയിട്ട് മാറ്റി വെച്ചു.
പിന്നെ ഒരെണ്ണം ബോൺലെസ് എടുത്ത് വെച്ചു കുട്ടികൾക്ക് ഈ പറഞ്ഞ പോലെ വറുത്ത് കൊടുക്കാൻ, പിന്നെ പാസ്റ്റയിലേക്ക്, സൂപ്പിലേക്ക്, പിന്നെ നൂഡിൽസിലേക്ക്. അപ്പോൾ ഇവരെല്ലാത്തിലും ചിക്കൻ ഇട്ടിട്ടാണ് കൊടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനത് മാറ്റി വെച്ചു കേട്ടോ. അങ്ങനെ ഫ്രിഡ്ജും കാര്യങ്ങളൊക്കെ ഒതുക്കി, അപ്പോൾ പാത്രങ്ങളൊക്കെ സെക്ഷനായിട്ട് മാറ്റി വെച്ച് കൊടുത്തു, എന്നാലും ഇവർക്ക് എടുക്കാനായിട്ട് എളുപ്പമുണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ മഞ്ഞയിൽ ബോൺലെസ്സാണ് എടുക്കുക എളുപ്പത്തിന്. അങ്ങനെ ഒരുവിധം എല്ലാം കഴിഞ്ഞു, പാത്രങ്ങളൊക്കെ കഴുകി വെടുപ്പാക്കി. അപ്പോഴത്തേക്ക് അവിടെ ഫ്രൈഡ് റൈസ് റെഡിയാക്കി തുടങ്ങിയപ്പോഴേക്ക് സമയം ഒരുവിധം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ചിക്കൻ്റെ ബാക്കി വേസ്റ്റ് പീസുകൾ ഇവർക്ക് ഇട്ട് കൊടുത്തത്. അപ്പോൾ 3 ആളും വന്ന് നിൽക്കുക. അപ്പോൾ അവർക്ക് 3 ആൾക്ക് ഇട്ട് കൊടുത്തു. അവരിതേ ഭംഗിയായിട്ട് കഴിക്കണു. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ നിന്നത്. അപ്പോൾ ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഫുഡ് കഴിക്കാൻ കുറേ ലേറ്റായിട്ടോ. കാരണം നിങ്ങൾക്കറിയാലോ, രാവിലെ എല്ലാം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. അത് കഴിഞ്ഞിട്ടാണ് ഉച്ചയിലത്തെ പരിപാടികൾ. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴാണ് സ്പ്രിംഗ് ഓണിയൻ ഉണ്ട്, ഇതും കൂടി ഒന്ന് നന്നാക്കി വെച്ചോന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതും കൂടിയും നന്നാക്കി ആ പാത്രത്തിലാക്കി അവിടേക്ക് അങ്ങോട്ട് മാറ്റി വെച്ചു. അങ്ങനെ ഫ്രിഡ്ജിൻ്റെ പണികൾ മൊത്തം അങ്ങോട്ട് കഴിഞ്ഞു. എനിക്ക് ഫ്രിഡ്ജ് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഒതുക്കിയില്ലെങ്കിൽ എനിക്കതൊരു മനസ്സമാധാനക്കേടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ 2 ആളും കൂടി കിച്ചണിലത്തെ പരിപാടികൾ ഫ്രൂട്ട്സ് കൊണ്ടുവന്നിട്ട് അങ്ങനെ ഒരേ ഭാഗം വെടുപ്പാക്കി തുടങ്ങി. അപ്പോൾ നമ്മുടെ പിള്ളേർസൊക്കെ പാർക്കിൽ പോയേക്കായിരുന്നു കേട്ടോ. അവരിത് തിരിച്ച് വന്നിട്ടുണ്ട്, അവിടുന്ന് ബഹളം കേൾക്കാണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ വരുന്നുള്ളൂ. പക്ഷേ ഞാൻ വേഗം വോയിസ് ഓവർ കൊടുത്ത് അവർ വരുമ്പോഴേക്കൊക്കെ പരിപാടികൾ കഴിച്ചു വയ്ക്കാമെന്ന് വിചാരിച്ചാൽ, പക്ഷേ അവർ വന്നു കഴിഞ്ഞു കേട്ടോ. അങ്ങനെ ഊണൊക്കെ കഴിഞ്ഞ് ഊണ് കഴിക്കാൻ പോകണമല്ലോ. ഊണ് കഴിച്ച് കഴിഞ്ഞിട്ട് കഴിക്കാനുള്ള ഫ്രൂട്ട് സലാഡും കാര്യങ്ങളൊക്കെ ഇത് ഡിവൈൻ്റെ വകയാണ് കേട്ടോ, ഒക്കെ റെഡിയാക്കി വെച്ചു. അത് കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും ഫുഡ് കഴിക്കായിരുന്നു. ശരിക്കും കുറേ ലേറ്റായിട്ടോ ഭക്ഷണം കഴിക്കാനായിട്ട്. പക്ഷേ നമുക്കാർക്കും അങ്ങനെ പെട്ടെന്ന് വിശക്കില്ല, കാരണം കുറേ ലേറ്റായിട്ടല്ലേ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. അങ്ങനെ അത് കഴിഞ്ഞ് പുഡിങ്ങും കഴിച്ച് എല്ലാവരും കുറച്ച് നേരം റെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഇവർ കിടന്ന് ഉറങ്ങിയതിന് ശേഷം പോകാമെന്നൊക്കെ പറഞ്ഞ്. പക്ഷേ പിള്ളേർസ് ആരും ഉറങ്ങിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇനി വല്ലാണ്ട് വെയിറ്റ് ചെയ്യണ്ട, നിങ്ങൾ പൊക്കോന്ന് പറഞ്ഞു. കാരണം കുറേ ദിവസമായി കുട്ടികളെയും കൊണ്ടൊന്ന് പുറത്തേക്ക് പോയിട്ട്. അന്ന് പോയിട്ടോ മറ്റേ ബാർബിക്യൂ നേഷനിൽ പോയി, എന്നാലും അവരെയും കൊണ്ടൊരു പാർക്കിലേക്കൊക്കെ ഒന്ന് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ വേഗം ചായ വെക്കാൻ നിന്നു, ചായ കുടിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ കിച്ചണൊക്കെ ഒതുക്കി വന്നപ്പോൾ ശരിക്കും 4 മണി കഴിഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞ് കുറച്ച് നേരം കിടന്നു. അത് കഴിഞ്ഞിട്ടാണ് ഇവർ പോകാനായിട്ട് പുറപ്പെട്ടത്. അപ്പോൾ കിടന്നെണീറ്റതിന് ശേഷം ഞാൻ വേഗം മറ്റേ ചായയൊക്കെ വെച്ച് അവരെ ചായ കുടിച്ചിട്ടാണ് യാത്രയാക്കിയത് കേട്ടോ. അപ്പോൾ സെക്ഷനായിട്ട് ഡ്രസ്സ് മാറി വന്നു. അപ്പോൾ ഞാൻ ഇവിടെ വരുമ്പോൾ ഞാൻ ഇപ്പോഴും നിങ്ങൾക്കറിയാം, അടുക്കളയിൽ വരുമ്പോൾ ഞാൻ ഈ കുപ്പികളൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കുക. കാരണം കുട്ടികളിങ്ങനെ ഓരോന്നും എടുത്തിട്ട് ശ്രദ്ധയില്ലാണ്ട് വെക്കുക. അപ്പോൾ നമ്മളത് തിരിച്ച് വെക്കിയപ്പോൾ ഇത്ര പണിയല്ലേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ എല്ലാം കഴിച്ചിട്ടാണ് ഞാൻ പോയിട്ട് റെസ്റ്റ് ചെയ്തപ്പോൾ കറി പകർത്തി വെച്ചു, ബിരിയാണി ഫ്രൈഡ് റൈസ് ഉള്ളത് ചൂടാക്കി വെച്ചു. അപ്പോൾ ചക്ക ഞാൻ അന്നാൾ വരട്ടാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ അത് ഞാൻ ഒന്നും കൂടി വേവിച്ചു. കാരണം ഫ്രഷായിട്ട് വരട്ടാലോ എന്ന് വിചാരിച്ചിട്ട്. ഇപ്പോഴും വരട്ടിയിട്ടില്ല, ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് പോയിട്ട് ചെയ്യാനായിട്ട് കേട്ടോ. അപ്പം അങ്ങനെ സമയം 4:05 എൻ്റെ കിച്ചണിലത്തെ ഉച്ചയിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഞാനൊന്ന് പോയിട്ട് റെസ്റ്റ് ചെയ്യുമ്പോൾ കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങളിതേ കുറച്ച് നേരം ഞാനും ഡാഡിയും കിടന്നു. കുട്ടികളൊക്കെ കൊണ്ട് അവരാര് പോയി. കാരണം അത് അറിയാലോ നിങ്ങൾക്ക്, ഭയങ്കര ബഹളമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് റെസ്റ്റ് ചെയ്ത് അവരാരും മുറികളിലേക്ക് പോയി കഴിഞ്ഞാൽ എനിക്കും ഡാഡിക്കും കുറച്ച് നേരം ഒരു റെസ്റ്റ് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അവരൊക്കെ ശരിക്കും ഓടിച്ച് വിട്ടു എന്ന് തന്നെ പറയാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം കിടന്നു. അപ്പോഴേക്കും ഇവർ പോകാനായിട്ട് കുട്ടികൾ ഉറങ്ങിയില്ല. അപ്പോൾ പിന്നെ എന്നാൽ നേരത്തോടെ പോയിട്ട് വരാമെന്നോട്ടൊക്കെ എണീറ്റപ്പോൾ ഞാൻ എണീറ്റ് വേഗം ചായ വെച്ചു. ചായ കുടിച്ചിട്ട് അവരെ വേഗം യാത്രയാക്കി ഞാൻ. കാരണം അപ്പോഴേക്കും ഓരോ സെക്ഷനായിട്ട് താഴേക്ക് ഇറങ്ങി വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പോയി കഴിഞ്ഞിട്ട് എനിക്കും ഡാഡിക്കും സമാധാനത്തിൽ ചായ കുടിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അവരെ അങ്ങോട്ട് യാത്രയാക്കി കേട്ടോ. അപ്പോൾ അവർ എങ്ങടെ പോയി എന്നുള്ളത് ഇപ്പോൾ അവർ അവിടെ വന്നിട്ടുണ്ട്. ഞാൻ ചോദിച്ചിട്ടില്ല എങ്ങടെ പോയി എന്നുള്ളത്. പാർക്കിലേക്ക് പോകണമെന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. എവിടം വരെ പോയി എന്നുള്ളത് എനിക്കറിയില്ല. ഇപ്പം മണി 9:45 ഈ സമയത്ത് അവർ വന്നിട്ടുണ്ട്. ചിലപ്പോൾ കഴിച്ചിട്ടുണ്ടാവില്ല, ഞാനൊന്നും ചോദിച്ചിട്ടില്ല. അങ്ങനെ ചാക്കോച്ചനെയും കൊണ്ടാണ് പോണേന്ന് കേട്ടോ. അപ്പോൾ വല്ലപ്പോഴാണ് ഇവനെ പുറത്തേക്ക് കൊണ്ടുപോവുക. അപ്പോൾ ഇന്ന് എന്തായാലും മൂപ്പര് റെഡി ആയിട്ടിരിക്കുക. ഇപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ യാത്ര പോകുമ്പോൾ അവന് മനസ്സിലായി തുടങ്ങി. അപ്പോൾ അവൻ കരയും, പോകുമ്പോൾ ഡിവൈൻ ഡ്രസ്സ് മാറിയിട്ട് പോകുമ്പോഴൊക്കെ ഒന്ന് കരയും. അപ്പോൾ തോമു ചാക്കോച്ചനും പാച്ചും ഒക്കെ റെഡി ആയിട്ട് പോയിക്കൊണ്ടിരിക്കണം. ഇപ്പോൾ പാച്ചു എങ്ങനെയാണെന്ന് വെച്ചാൽ തന്നെ പോയിട്ട് ഷൂ ഒക്കെ ഇട്ട് തുടങ്ങിയിട്ടാണ് കുട്ടികൾ.
സ്കൂളിൽ പോയി പ്ലേ സ്കൂളിൽ പോയതിന് ശേഷമുള്ള മാറ്റങ്ങൾ ഭയങ്കര മാറ്റങ്ങളാണ്. ഒക്കെ എന്താ പറയുക, എനിക്ക് തോന്നുന്നു അവിടെ പറഞ്ഞ് ശീലിപ്പിക്കേണ്ടതാണെന്ന് തോന്നുന്നുണ്ട്. പിന്നെ എന്ത് പറയുമ്പോഴും ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഭയങ്കര വ്യത്യാസങ്ങളാണ്. ശരിക്കും കുറച്ച് ദിവസങ്ങളല്ലേ ആയിട്ടുള്ളൂ, പക്ഷെ അതിൻ്റേതായ വ്യത്യാസമുണ്ട് കേട്ടോ. അങ്ങനെ ഇതേ നമ്മുടെ ചാക്കോച്ചി വലിയ കുട്ടിയുടെ പോലെ അവിടെ ഇരുന്ന്. അപ്പം ഞാൻ പറയായിരുന്നു ഗ്ലാസ് കയറ്റായിക്കോ, കാരണം കുട്ടി അറിയാണ്ട് കൈയെടുത്ത് വല്ലതും കാണിച്ച ഗ്ലാസ് കയറുമ്പോൾ പ്രശ്നമാവും എന്ന് പറഞ്ഞിട്ട് എനിക്ക് പേടി, എനിക്ക് ടെൻഷനായിരുന്നു. പിന്നെ അങ്ങനെ അവർ യാത്രയായി കേട്ടോ. അപ്പോൾ വല്ലപ്പോഴാണ് ഞാനും ഡാഡി ഇതുപോലെ ഒറ്റയ്ക്ക് കുറച്ച് നേരം ഉണ്ടാവും. അപ്പോൾ എന്നോട് കുറേ പറഞ്ഞു ഒന്ന് വരാനായിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനില്ല, എനിക്കൊന്ന് സ്വസ്ഥമായിട്ട് കുറച്ച് നേരം ഇരിക്കണം എന്ന് പറഞ്ഞു. കാരണം എന്താ പറയുക, കിടാങ്ങളുടെ പിന്നാലെ ഉള്ള ബഹളവും ഒച്ചയും തിക്കും തിരക്കും, പിന്നെ എനിക്ക് എൻ്റേതായ ഒരു അസ്വസ്ഥതകളും കാര്യങ്ങളുള്ള കാരണം നമ്മൾ ഒരു യാത്ര കഴിഞ്ഞ് വരാമെന്ന് പറഞ്ഞാൽ ശരിക്കും ഭയങ്കരമായിട്ട് ക്ഷീണമാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഡാഡിയോട് പൊക്കോളാൻ പറഞ്ഞു. അപ്പോൾ ഡാഡി പോകണില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും ഡാഡിൻ്റെ സമാധാനത്തിലിരുന്ന് ചായ കുടിക്കുക, കുഴലപ്പം കൂട്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ആ ഗ്ലാസ്സുകളും കാര്യങ്ങളൊക്കെ ഒന്ന് കഴുകി സ്വസ്ഥമായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ആ പരിപാടി കഴിഞ്ഞല്ലോ. പിന്നെ അവർ വരണ സമയത്തേക്ക് എന്താ വെച്ചാൽ ചെയ്താൽ മതിയല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ നിന്ന സമയത്താണ് ഞാൻ പറഞ്ഞു എനിക്ക് മുകളിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ എടുക്കാണ്ട് എന്ന് പറഞ്ഞു. കാരണം തോർത്തുകളും കാര്യങ്ങളൊക്കെ ഒന്ന് പുതിയത് എടുക്കാറായിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ എന്താ പറയുക വർഷത്തിന് മുമ്പായിട്ട് എടുക്കണം എന്ന് വിചാരിച്ചാൽ, പക്ഷേ പോയിട്ട് എടുക്കാനുള്ളൊരു നേരം കിട്ടിയില്ല. കാരണം നമുക്കറിയാമല്ലോ വർഷക്കാലത്ത് നമ്മൾ തോർത്ത് ബാത്റൂമിലിട്ടാലും അത് ഉണങ്ങില്ല. അപ്പോൾ നമുക്ക് വൈകുന്നേരം അല്ലെങ്കിൽ അടുത്തൊരാളെടുത്ത് കുളിക്കുമ്പോഴൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും. അപ്പോൾ ഞാൻ മുകളിൽ ഇങ്ങനെ ഡോണിൻ്റെ പഴയ റൂമുണ്ടല്ലോ, യെല്ലോ റൂം, അവിടെയാണ് നമ്മുടെ കംപ്ലീറ്റ് സാധനങ്ങൾ ഒതുക്കി വെച്ചിട്ടുള്ളത് കേട്ടോ. എല്ലാ കബേർഡും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഞാനൊരിടയ്ക്ക് കബേർഡ് ഒതുക്കണ വീഡിയോസും കാര്യങ്ങളും കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അവിടെയാണ്. അപ്പോൾ കണ്ണടച്ച് പോയിട്ട് ഇന്ന സ്ഥലത്തുണ്ടെന്ന് പറഞ്ഞാൽ പോയിട്ട് എടുക്കാം. അപ്പോൾ ഇത് താക്കോലാണ് കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോൾ കുറേ പഴയ ഓർമ്മകൾ വന്നതാണ്. അപ്പം അങ്ങനെ ഞാൻ അത്യാവശ്യം വേണ്ട തോർത്തും കാര്യങ്ങളൊക്കെ എടുത്ത് താഴേക്ക് ഇറങ്ങാനായിട്ട് നിന്നപ്പോൾ വിചാരിച്ചു ഒന്ന് സിറ്റ് ഔട്ടിലേക്കൊന്ന് ഇറങ്ങാം, കുറേ ദിവസമായില്ലേന്ന്. അപ്പോൾ ഞാൻ സ്വതവേ കുട്ടികളോടും പറയും, നമ്മൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ 10 കാശ് കൂടുതലുള്ള സമയത്ത്, കൂടുതലെന്നല്ല നമുക്ക് സാഹചര്യം അനുകൂലമാണെങ്കിൽ നമ്മൾ എന്ത് സാധനവും എടുത്ത് നമ്മൾ സ്റ്റോക്ക് ചെയ്യണം. ഇപ്പം ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ തോർത്തുകളായിട്ടും ടർക്കികളായിട്ടും ബെഡ്ഷീറ്റുകളായിട്ടും ഒക്കെ എപ്പോഴൊക്കെയോ വാങ്ങി കൂട്ടിയത് മൊത്തം അലമാരിയിലുണ്ട്. അപ്പം നമ്മൾക്ക് എന്താ ഗുണമെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു അവസരത്തിൽ നമുക്കൊരു വീഴ്ച വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് ആ വീഴ്ചയിൽ നിന്ന് ഒരു വിഷമം തോന്നില്ല. കാരണം എന്തെങ്കിലും ഒന്ന് വാങ്ങിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ സാധനം ഓൾറെഡി നമ്മൾ സ്റ്റോക്ക് ചെയ്തതിലുണ്ടാവും. അപ്പോൾ നമ്മുടെ പണ്ടത്തെ കാരണന്മാർ പറയില്ലേ, സമ്പത്ത് കാലത്ത് കായ്പത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാപ്പത്ത് തിന്നാന്ന് പറയും. അപ്പോൾ അതാണ് അത്. ശരിക്കും ഞാൻ വിചാരിക്കും അത് ഓരോ സാധനങ്ങൾ ഞാനിങ്ങനെ വാങ്ങി. ഇപ്പം നൈറ്റി ഞാൻ 2 എടുക്കാമെന്ന് വെച്ചപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഞാൻ വാങ്ങി സ്റ്റോക്ക് ചെയ്ത് വെച്ചാൽ 2 അല്ല 4 5 ഉണ്ട്. അപ്പോൾ എപ്പോഴേക്കോ നമ്മുടെ കയ്യിൽ കിട്ടുന്നതിനനുസരിച്ച് ഓരോ സാധനങ്ങൾ വാങ്ങിക്കുക. അപ്പോൾ നമുക്കത് പിന്നീട് ചിലപ്പോൾ അത്യാവശ്യ ഘട്ടങ്ങളിൽ ഓടിപ്പോയി വാങ്ങിക്കേണ്ടി വരില്ല. അപ്പോൾ അതാണ് ഉദ്ദേശിച്ചത്. എന്ന് വെച്ചിട്ട് എന്താ പറയുക കുറേ വാങ്ങിക്കൂട്ടി വെക്കണം എന്നല്ല പറയണത്. നമ്മളൊരു സാധനം കാണാൻ പോയി, അവിടെ ചെല്ലുമ്പോൾ 10 രൂപയുടെ സാധനം നമുക്ക് തോന്നുന്നു 8 രൂപയാണ്. ഇത് കുറച്ചും കൂടി വില കൂടിയ സാധനമാണല്ലോ, നമുക്ക് ഇത്ര ലാഭത്തിൽ കിട്ടിയല്ലോ എന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ 2 കൂടുതൽ വാങ്ങിക്കുക. കാരണം നമുക്ക് നാളെ മേലാക്കോ ഉപയോഗിക്കാൻ പറ്റിയ സാധനമാണെങ്കിൽ കേട്ടോ, അല്ലാത്തതല്ല പറയണത്. നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന ഒരു സാധനം 10 രൂപ കുറവിന് നമ്മൾ കണ്ടാൽ അപ്പോൾ അത് വാങ്ങി നമ്മൾ സ്റ്റോക്ക് ചെയ്യണം. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു കുറേ ദിവസമായി വളയും മാലയും ഒക്കെ ആയിട്ട്, അപ്പോൾ കുറേ കുട്ടികളായി ലോക്കറ്റുകൾ ചോദിക്കുന്നു. അപ്പോൾ ഇപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ മാലേമ ഒറ്റയ്ക്ക് ലോക്കറ്റ് ഇടുന്ന ഒരു ട്രെൻഡാണ് ഇപ്പോൾ വന്നേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ലോക്കറ്റ്സ് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് ഇങ്ങനെ വലിയ ലോക്കറ്റാട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത്രയുണ്ട് ലോക്കറ്റ്. ഇതിൽ ഇങ്ങനെ 2 വശത്ത് കൊളുത്തിടുന്നതാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു 8 പിടിയുടെ മാലേമ ഈ ലോക്കറ്റ് ഇട്ടിട്ട് ഇതിൻ്റെ തന്നെ ഒരു വൈറ്റ് കമ്മലും ഒരു വൈറ്റ് സ്റ്റോണിൻ്റെ വള ഇട്ട് കഴിഞ്ഞാൽ ഒരു മോതിരവും കൂടി ആയിക്കോട്ടെ ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു സെറ്റായി കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരു ലോക്കറ്റാണ്. നിങ്ങളൊന്ന് സങ്കല്പിച്ചു. ഞാൻ മാലേമ ഇടാൻ മടിയായിട്ടാണ് കേട്ടോ. 2 മാലേമ ഒരു മാലേമ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നല്ല ഭംഗിയാണ് കാണാനായിട്ട് കേട്ടോ. ഇങ്ങനത്തെ ഇതാണ് എനിക്ക് തോന്നുന്നു ഇതിലുള്ളതിലേക്ക് വലിയത്. ഇതിനേക്കാളും വലിയതൊക്കെ കൊടുത്തു പോയി. അപ്പോൾ ഇത് നല്ലൊരു ലോക്കറ്റാണ്. ഇത് നോർമൽ സ്റ്റോണാണ്, അതുകൊണ്ട് തന്നെ അത്ര അധികം വിലയുണ്ടാവില്ല. AD സ്റ്റോൺ അല്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വലിയ വിലയൊന്നുമില്ല. സാധാരണക്കാർക്കും ഉപയോഗിക്കാവുന്ന വിലയുള്ളൂ കേട്ടോ, ഇതിന് വാങ്ങിക്കാവുന്ന വിലയുള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് അടുത്തത് AD സ്റ്റോണാണ് കേട്ടോ.
ഇതാണ് എ ഡി സ്റ്റോൺ. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കാണുമ്പോൾ മനസ്സിലാവും എ ഡി സ്റ്റോണും നോർമൽ സ്റ്റോണുമായിട്ടുള്ള വ്യത്യാസം. കണ്ടില്ലേ, ഇതാണ് എ ഡി സ്റ്റോൺ വരുന്നത്, ഇതാണ് നോർമൽ സ്റ്റോൺ വരുന്നത്. ഇതിലാണ് ഈ വില വ്യത്യാസം വരുന്നതും. കാരണം കണ്ടോ, ഇത് ഇങ്ങനെ എന്താ പറയുക, പുറത്തേക്ക് ഒന്നും കാണില്ല, ഇതിങ്ങനെ പറ്റിയിരിക്കുന്ന സ്റ്റോണാണ്. ഇവൻ ഇത്തിരി വില കൂടുതലാണ് കേട്ടോ. ഇവൻ ശരിക്കും ഡയമണ്ടിൻ്റെ സെയിം ഡിസൈനിലുള്ള മോതിരങ്ങൾ ഈ ലോക്കറ്റുകൾ ഇഷ്ടം പോലെ വരുന്നുണ്ട്. ഡയമണ്ടിൻ്റെ അതേ ഫിനിഷിങ്ങിൽ, അതേ ഡിസൈനിൽ വരുന്നുണ്ട്. അതിൻ്റെ തന്നെ റൂബിയാണ് കണ്ടോ, ഒരു നീളമുള്ള മാലേമ ഈ ഒരൊറ്റ റൂബി ലോക്കറ്റും ഒരു കൊച്ചു സ്റ്റഡും ഒരു കുഞ്ഞു വളയും ഒരു മോതിരം കൂടി ഇട്ട് കഴിഞ്ഞാൽ വേറെ ഒന്നും വേണ്ട, കറക്റ്റ് ഡയമണ്ട്. കാരണം ഇതിൻ്റെ കൂടെ കുറേ ഹെവി ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ വില പോകും. അതേസമയം നമ്മളൊരു മാലേമ ഈ ലോക്കറ്റ് മാത്രം കുഞ്ഞ് കമ്മലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അസൽ ഡയമണ്ട് തന്നെയാണെന്ന് തോന്നും കേട്ടോ. അപ്പോൾ ഇതാണ് 2 കളർ കേട്ടോ വരുന്നത്. അപ്പോൾ ഇതൊക്കെ എന്താ പറയുക, ഇത് മറ്റേതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ച് വില കൂടുതലാണ്. പക്ഷേ ഇതൊരെണ്ണം മതി നമുക്ക്. ഇത് മൾട്ടി കളറാണ് കേട്ടോ. ഇത് ഇങ്ങനെ മൾട്ടി കളർ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ വളയും മാലയൊക്കെ പറയുന്നുണ്ട്. റൂബിയും ഈ പച്ചയും വൈറ്റും, റൂബി ജെയ്ഡ് വൈറ്റ് വരുന്നതാണ് ഈ മൾട്ടി കളർ എന്ന് നമ്മൾ പറയുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനെ ലോക്കറ്റിൻ്റെ ഇടയിൽ കൂടെ മാല കൂർത്തിടുന്ന പാറ്റേണാണ്. അപ്പോൾ ഒരു 10 പിടിയുടെ മാലയൊക്കെ എടുത്ത്, ഇപ്പോൾ കരിമണി ആയാലും അതിൽ കോർത്തത് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഭംഗിയാണ് കേട്ടോ അത് കാണാനായിട്ട്. ഇനിയിപ്പോൾ എല്ലാം കൊളുത്തായിട്ടിടണമെങ്കിൽ അങ്ങനെയും നമ്മൾ ചെയ്തു തരും. നോർമൽ ചെയിൻ്റെ കൂടെയും ഇടാം കേട്ടോ. അടുത്തത് നമ്മുടേത് ഇതാണ് കേട്ടോ. ഇത് ഈ പറഞ്ഞോണം മറ്റേ നല്ല സ്റ്റോൺസാണ്. ഇങ്ങനെയാണ് വരുന്നത്. ഈ മംഗല്യസൂത്രയുടെ കൂടെ ഇടുന്ന പോലെ 2 വശത്തുനിന്ന് കേട്ടോ കരിമണിയോ അല്ലെങ്കിൽ നോർമൽ ചെയിനായാലും ഇട്ടിട്ട് ഇടാവുന്ന ഒരു ലോക്കറ്റാണ് കേട്ടോ. അത് കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ലോക്കറ്റാണ്. അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് വെറുതെ ഇനാമലാണ് കേട്ടോ, വെറുതെ ഇനാമലാണ്. ഇതും ഈ പറഞ്ഞ പോലെ കരിമണിയുടെ കൂടെ ഇടാനാണ് ഇത് ഏറ്റവും ഭംഗി ഉണ്ടാവുക. ഇല്ല ഗോൾഡ് ചെയിൻ്റെ കൂടി ആയാലും ഭംഗിയാണ്. ഇനിയിപ്പോൾ പച്ച കുഞ്ഞ് ബീഡ്സ് ആയിട്ടുള്ള മാലയുണ്ടെങ്കിൽ, ക്രിസ്റ്റലിൻ്റെ മാലയൊക്കെ നമ്മുടെ കയ്യിലുണ്ട്, ബ്രൗൺ ഉണ്ട്, അപ്പോൾ അതിനൊക്കെ ആയാലും ഇത് നല്ല ഭംഗിയാവും. അടുത്തത് ഇവൻ ഇത്തിരി കൂടിയാനാട്ടോ. ഇത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, ഭയങ്കര ഒരു ഐശ്വര്യം കാണുമ്പോൾ കണ്ടോ. ഇതും ഈ പറഞ്ഞ പോലെ നല്ല എന്താ പറയുക കേട്ടോ, ഇങ്ങനെയാണ് വരുന്നത്. ഇതിൻ്റെ ഉള്ളിൽ കൂടെ മാല കോർത്തിട്ടാണ് നമ്മളിടുക, അല്ലെങ്കിൽ കമ്പി കോർത്തിട്ടിടാനായാലും കുഴപ്പമില്ല. അപ്പോൾ ഇത് നല്ല ഗോൾഡ് മാലയുടെ കൂടെ നീളത്തിൽ അങ്ങോട്ട് കിടക്കുമ്പോൾ ഒന്ന് സങ്കല്പിച്ച് നോക്കി, ഒരു 8 പിടി അല്ലെങ്കിൽ 10 പിടി മാല ഇതിങ്ങനെ കിടക്കുമ്പോൾ ഭയങ്കര ഭംഗിയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഈ ലോക്കറ്റുകൾ. ഇനി അടുത്തത് വരുന്നത് നമ്മുടെ ട്രഡീഷണൽ ഓർണമെൻറ്റ്സ് ആണ് കേട്ടോ. അപ്പോൾ ചിലർക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ നെക്ലസ് ഇടാൻ പറ്റില്ല, അതിൻ്റെ ഫാഷനൊക്കെ പോയി എന്നൊരു തോന്നണവരുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഏറ്റവും ബെസ്റ്റ് ഇതുണ്ടോ, ഇങ്ങനെയാണ് വരുന്നത്. ഒറ്റ മാല അത് കൂടെ കോർത്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഭംഗിയാണ്. ഇതിൻ്റെ ഒരു കൊച്ചു സ്റ്റഡ് ഇടുക. ഇതിൻ്റെ വള വേണമെങ്കിൽ നമ്മളുടെ കയ്യിലുണ്ട്, മോതിരമുണ്ട്. അപ്പോൾ ഇത് ഈ പറഞ്ഞ പോലെ കൃഷ്ണനാണ് കേട്ടോ, റൂബിയും നാഗപടവും കൂടിയിട്ടാണ് ഇതിൻ്റെ ഡിസൈൻ വരുന്നത്. ഇതിപ്പോൾ നിങ്ങൾ സൈസ് ചോദിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത്, ഞാനിപ്പോൾ ഈ 4 വിരലിലാണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഈ 4 വിരൽ വെച്ചിട്ട് എത്രയുണ്ട് എന്നുള്ളത് കണക്ക് കൂട്ടി കഴിഞ്ഞാൽ ഈ ലോക്കറ്റിൻ്റെ സൈസ് അറിയാൻ പറ്റും. അപ്പോൾ കുറേ പേര് എന്നോട് ചോദിക്കും ഇത് എത്ര വലിപ്പമുണ്ട് ആൻറ്റിയും ചോദിക്കുമ്പോൾ ഞാൻ പറയുന്ന കണക്ക് ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇത് എൻ്റെ 4 വിരലിൻ്റെ അതാണ്ട, എൻ്റെ 4 വിരലിൻ്റെ വലിപ്പത്തിലാണ് ഇതുള്ളത്. അപ്പോൾ നിങ്ങളും അങ്ങനെ വെച്ച് നോക്കിയാൽ സൈസ് അറിയാൻ പറ്റും. അടുത്തത് ഇത് ഈ പറഞ്ഞ പോലെ കേട്ടോ, അത്രയ്ക്കില്ല കണ്ടോ, ഇത്രയ്ക്ക് കുറവാണ്, തുണ്ട് കുറവാണ്. അപ്പോൾ ഇത് 4 പാലക്കയാണ്, ഇത് ലക്ഷ്മിയാണ് കേട്ടോ. അപ്പോൾ കണ്ടോ, ഇതിങ്ങനെയാണ് വരുന്നത്. ഇത് ഈ പറഞ്ഞ പോലെ നല്ലൊരു ഐറ്റം. ഇങ്ങനെയാണ് അതിൻ്റെ കൊളുത്ത് വരുന്നത്. മാല ഇതിൻ്റെ ഉള്ളിൽ കൂടെ കോർക്കാണ് ചെയ്യുന്നത് കേട്ടോ. ഇത് അതിൻ്റെ ഭയങ്കര ഹെവി ആയിട്ടുള്ള സംഭവം. ഇതും വലിപ്പം മറ്റേതിൻ്റെ അത്ര നീളമില്ല, ഇങ്ങനെ വരണേ നീളമില്ല, പക്ഷെ നല്ല എന്താ പറയുക വീതിയിലാണ് ഇത് വന്നേക്കണേ. കാരണം 3, 6, 7 പാലക്കയാണ് വന്നേക്കണേ കേട്ടോ. അപ്പം ഞാൻ അതും ഇതും കൂടി വെച്ച് കാണിച്ചു തരാം. അപ്പം നിങ്ങൾക്ക് വലിപ്പം മനസ്സിലാവും കേട്ടോ. ഇതും കണ്ടോ. ഇത് രണ്ടും എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് ഇത്തിരി നീളത്തിലാണ്, ഇതിത്തിരി തടിയിലാണ്. ഇതിപ്പോൾ ഇങ്ങനെ ഒപ്പം വെച്ച് കാണിച്ചു തരാൻ എനിക്ക് പറ്റണില്ല ഇതിൻ്റെ ഇരിപ്പ് വശം കൊണ്ട് കേട്ടോ.
അപ്പോൾ നിങ്ങൾക്ക് ഇത് പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാവും. ഇതിത്തിരി നീളത്തിലാണ്, ഇതിത്തിരി സൈഡിലേക്കാണ്. ഭയങ്കര ഭംഗിയാട്ടോ. നിങ്ങൾക്കിത് എത്രത്തോളം കാണാൻ പറ്റേണ്ടത് എനിക്കറിയില്ല. ഇത് കാണാൻ ഭയങ്കര ഭംഗിയാണ് കേട്ടോ. ഇത് ഇങ്ങനെ ലക്ഷ്മി എന്താ ഇതും കേട്ടോ. അപ്പോൾ ഇതിന് പറ്റിയ മാലകളും നമ്മളുടെ കയ്യിലുണ്ട് കേട്ടോ. ഇല്ല നിങ്ങളുടെ കയ്യിലുള്ള ഗോൾഡ് ചെയിൻ ഇടാണെങ്കിൽ അത് മതി. അപ്പോൾ കുറേ വർഷം എന്താ പറയുക, ഈ ലോക്കറ്റ് ഒന്നും ഇല്ലാണ്ട് ഇത് ബോഡിയിൽ ടച്ച് ചെയ്ത് നിൽക്കണ കാരണം കളർ പോവില്ല, മാലയ്ക്കാണ് കളർ പോവുക. അപ്പോൾ ഇതാണ് ഈ സംഭവം കേട്ടോ. അടുത്തത് ഇതുപോലെയുള്ള ലക്ഷ്മിയുടെയൊക്കെ തന്നെയാണ് കേട്ടോ. എനിക്കിത് തെറ്റിപ്പോവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്താ അങ്ങനെ പറയണേന്നൊന്നും ചിന്തിക്കായിരിക്കും. എനിക്കിത് ചിലപ്പോൾ തെറ്റിപ്പോവും കേട്ടോ. ലക്ഷ്മിയും സരസ്വതിയൊക്കെ എനിക്ക് ചിലപ്പോൾ തെറ്റിപ്പോവും. അപ്പോൾ അതുകൊണ്ട് അതുമ്മ ആരും നോക്കായിക്കോട്ടോ. അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഫുൾ കണ്ടോ. ഇതിപ്പോൾ നിങ്ങൾക്ക് കണ്ടാലറിയാം ഇത് നോർമൽ സ്റ്റോൺസാണ് കണ്ടോ. സാധാരണ കല്ലുകളാണ്. അതുകൊണ്ട് തന്നെ അധികം വിലയുണ്ടാവില്ല. അപ്പോൾ ഞാൻ നേരത്തെ തിരിച്ച് പറഞ്ഞല്ലോ AD സ്റ്റോൺസിൻ്റെ ഇതിൻ്റെ വ്യത്യാസം. അപ്പോൾ ഇങ്ങനെയാണ് ഇത് വരണത്. ഇതുണ്ട് 2 കൊളുത്തുള്ള മാലേമ ഇങ്ങനെ സാധാരണ മാലേമ ഇങ്ങനെ നീട്ടിയിട്ട് കഴിഞ്ഞാൽ അതിനൊരു ഭംഗിയാണ്. ഇനിയിപ്പോൾ പച്ച മാലയാണ് വേണ്ടെങ്കിൽ പച്ചയും ഇട്ടാലും ഭംഗിയാട്ടോ. ഇനി അത് കഴിഞ്ഞതാ അടുത്തത് മെറൂൺ. ഇതും നിങ്ങൾക്ക് കണ്ടറിയാം സാധാരണ സ്റ്റോണാണ്, AD സ്റ്റോണൊന്നും അല്ല. അപ്പോൾ ഇതിനും അധികം വിലയുണ്ടാവില്ല എന്നുള്ളത് നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഞാൻ അങ്ങോട്ട് പറയുമ്പോഴേക്ക് നിങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞു കൊടുക്കും, ഇത് AD സ്റ്റോൺ അല്ല, അത് ആ സ്റ്റോൺ അല്ല എന്നൊക്കെ. അപ്പോൾ കുറേ പേർക്കൊക്കെ അത് മനസ്സിലായി തുടങ്ങിയിട്ട്. അപ്പോൾ ഇതും ഈ ഡബിൾ കൊളുത്താണ്. അപ്പോൾ നീളമുള്ള മാലയും ഇട്ട് കഴിഞ്ഞാൽ അതിനൊരു ഭംഗി. നീളമുള്ളത് വേണമെന്നില്ല കേട്ടോ, ഞാനതങ്ങനെ പറയണമെന്ന് മാത്രം. ഞാൻ ഇടുന്നത് നീളമുള്ളത് കൊണ്ടാണ് കേട്ടോ. ഇതും കണ്ടോ AD സ്റ്റോൺ അല്ല, നോർമൽ സ്റ്റോൺ. ഇതിൽ ഈ പാലക്കയുടെ ഒരു സംഭവമുണ്ട്, മറ്റേതിലൊന്നും അതില്ല. ഇതിൽ പാലക്കേടിൻ്റെ. അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റേതിനെ അപേക്ഷിച്ച് ഒരു പൊടി മുന്നിലാണ് ഇവന്ന് മാത്രം കണ്ടോ. ആ പാലക്കേട് ഇത് അടച്ചു വെച്ചേക്കുന്നതാണിത്. അപ്പോൾ അങ്ങനെ ഇത് കണ്ടോ പാലക്കൊന്നുമില്ലാത്ത നേരത്തെ ഇപ്പോൾ ഈ കണ്ടില്ലേ ഇതിൻ്റെ കളർ ചേഞ്ച് വൈറ്റ് മറ്റേ മുത്ത് നോർമൽ സ്റ്റോൺസാണ്. പിന്നെ ഇത് നമ്മുടെ പാലക്കയുടെ ഫാമിലിയിൽ പെട്ടതാണ്. അപ്പോൾ ഇതും ഈ പറഞ്ഞ പോലെ ഇത് സ്റ്റോൺസേ ഇല്ല, ഈ പാലക്കയുടെ മാത്രമുള്ളൂ. ഇതും ഇതിങ്ങനെ അടച്ച് കെട്ടിയതാണ് കണ്ടോ, ഇങ്ങനെ അടച്ച് കെട്ടിയിട്ട് വരണതാണ്. ഇത് ഒറ്റ കൊളുത്താണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ എന്താ പറയുക ഈ ലോക്കറ്റുകൾ. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ വേണ്ടതെന്ന് വെച്ചാൽ അത് പറഞ്ഞാൽ മതി. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ എനിക്ക് തോന്നുന്നു പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി. ഇതാണെങ്കിൽ നമ്മളുടെ കാശിൻ്റെ പച്ച മണിയുള്ളത്, ഇത് നമ്മുടെ പാലക്കയുടെ ഉള്ളത് അതിൻ്റെ കല്ലില്ലാത്തതെന്ന് പറയാം, ഇത് മെറൂൺ കല്ലെന്ന് പറയാം, ഇത് പാലക്കയുടെ എന്താ പറയുക വെള്ള സ്റ്റോണായിട്ടെന്ന് പറയാം, ഇത് സാധാരണ ലക്ഷ്മിയുടെ വൈറ്റ് സ്റ്റോൺസ് എന്ന് പറയാം. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളത് പറയണമെങ്കിൽ എങ്ങനെ പറയണമെന്ന് പോലും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് അടുത്ത സെക്ഷൻ. ഇനിയിപ്പോൾ അടുത്തത് റൂബി സ്റ്റോൺസ് വെച്ചിട്ടുള്ളതാണ്. വരുന്നു ബാക്കിൽ ഇതിങ്ങനെ അടച്ച സംഭവമാണ് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ നിങ്ങൾ പെട്ടെന്ന് നോക്കുമ്പോൾ ഒരു കല്ലില്ല, നമ്മൾ എല്ലാതും തീർത്തിട്ടാണ് അയക്കുക കേട്ടോ, പ്ലേറ്റ് ചെയ്തിട്ടാണ് അയക്കുക. അപ്പോൾ ഇത് റൂബി സ്റ്റോൺസ് കണ്ടോ. ഇതിങ്ങനെ ഒരു ലോക്കറ്റാണ്. ഇതിൻ്റെ വലിപ്പം ഇപ്പം ഞാൻ ഇങ്ങനെ പിടിക്കുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും. 3 വിരലിൻ്റെ വലിപ്പമാണ് കേട്ടോ ഈ ലോക്കറ്റിനുള്ളത്. അതായത് അത്യാവശ്യം ഇട്ടാൽ കാണാവുന്ന വലിപ്പമുണ്ട്. ഇതൊക്കെ ധാരാളമാണ്. ഒരു ചെയിനുമ്പോൾ ഇതെങ്ങനെ അങ്ങോട്ട് കൊളുത്തിട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഭംഗിയാണ്. അപ്പോൾ ഞാൻ ആദ്യമൊക്കെ ചെയിനുമ്പോൾ കൊളുത്തിയിട്ടാണ് ഇട്ടിരുന്നത്. അപ്പോൾ കുറേ കുട്ടികൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ആ ചെയിൻ വേണ്ട, അതിൻ്റെ ഈ ചെയിൻ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്കത് ഇരട്ടിപ്പണി. അപ്പോൾ ഞാൻ വിചാരിച്ചു ലോക്കറ്റായിട്ട് നിങ്ങളൊന്ന് മനസ്സിൽ സങ്കല്പിച്ചാൽ മതി ഇതുമ്മ ഒരു മാല ഇട്ടാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളത്. അപ്പോൾ പിന്നെ എനിക്ക് പണി ലാഭമാണല്ലോ. അപ്പോൾ ഇത് നമ്മുടെ നാഗപട മറ്റേ പാലക്കയുടെ സ്റ്റോണായിട്ടുള്ളതാണ്. ലക്ഷ്മി ബാക്കിൽ ഇതങ്ങനെ അടച്ച് കെട്ടിയിട്ടുള്ളതാണ് കണ്ടോ. ഇതിങ്ങനെ. ഇനി അടുത്തത് പാലക്കയുടെ തന്നെ മറ്റേ ഇതിൻ്റെ തന്നെ അടച്ച് കെട്ടിയിട്ടുള്ള സംഭവമാണ്. കാരണം ഇങ്ങനത്തേനാണ് വില കൂടുക കേട്ടോ. സാധാരണ വിട്ട് ഇങ്ങനത്തേന് വരുമ്പോഴാണ് ഇത്തിരി വില കൂടുക. ഇനി ഇത് നമ്മുടെ കൃഷ്ണനാണ്. ഇത് ഇങ്ങനെ വലിയ ലോക്കറ്റ് മറ്റേ വലിയ കൊളുത്ത് കണ്ടോ, അല്ലെങ്കിൽ ഇങ്ങനെ ഉള്ളിൽ കൂടെ കോർത്തിട്ടായാലും ഇടാം. ഇത് കുഞ്ഞ് കൃഷ്ണനാണ്, പക്ഷെ കാണാൻ ഭയങ്കര ഭംഗിയാട്ടോ കണ്ടോ. ഇത് ജെൻസിനും ലേഡീസിനും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ലോക്കറ്റാണ് കുഞ്ഞ് കൃഷ്ണൻ. ഇങ്ങനെയാണ് അതിൻ്റെ ബാക്ക് കണ്ടോ, പിടുത്തം
ഇങ്ങനെയാണിത് വരണത് കേട്ടോ. ഇവൻ ആൾ ചെറുതാന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല, ഇവരുടെ ഒപ്പത്തിനൊപ്പം ഉണ്ട് ഇവനും ഉള്ള വില കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതൊക്കെയാണ് ഈ സെക്ഷനിലുള്ള ലോക്കറ്റ്സ്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ഞായറാഴ്ചത്തെ വിശേഷം. അപ്പോൾ നല്ലൊരു ദിവസം. അപ്പോൾ ഇന്ന് ഞാൻ നേരത്തോടെ കിടക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നല്ലൊരു ദിവസമായിരുന്നു ഇന്ന്. അപ്പോൾ ഞാൻ വിശേഷങ്ങളൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ നല്ല ഒരു വീഡിയോ ആയിട്ട് ഞാൻ നാളെ വരാം കേട്ടോ. അപ്പോൾ അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.